മനസ്സ് നിറഞ്ഞ ഭക്തിയോടുകൂടി ഇനി താഴേക്കിറക്കമാണ്. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ശ്രീധർമ്മശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും ശ്രീധർമ്മശാസ്താവ് ആയിരിക്കുന്ന ഭൂതനാഥൻ്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങി, സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി മൂലസ്ഥാനത്തും നന്നായി തൊഴുതു. ഇനി താഴേക്ക് ഇറക്കമാണ്. 18-ാം പടി കയറി ഈ ആലയത്തിലെത്തി. ഇനി ഇതിന് പുറകിലുള്ള പടിക്കെട്ടുകളിലൂടെ താഴേക്കാണ് നാം എത്തുന്നത്. താഴേക്ക് ഉള്ള ഇറക്ക ഭാഗത്ത് ധാരാളം ശിലകൾ സംരക്ഷിക്കപ്പെടുന്നത് കാണാം. വലിയ കൂറ്റൻ പാറകൾ ഒരു കേടും കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഒരു നിലവറയുടെ മറ്റേതോ ഒരു ലോകത്തേക്കെന്ന പോലെയാണ് ഈ താഴേക്കുള്ള ഇറക്കം. ഇരുഭാഗത്തും ധാരാളമായി മണികൾ കെട്ടിയിരിക്കുന്നു. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എത്തുന്ന ഭക്തർ കെട്ടിയിരിക്കുന്ന മണികൾ ഈ വഴികളെ അലങ്കാരമാക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ് ഇരുഭാഗത്തും മണികളുടെ ആ കാഴ്ച. വളരെ ഭംഗിയായി ശിലകളും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നാം എത്തിച്ചേരുന്നത് വളരെ വിശാലമായ ദേവീദേവന്മാരുടെ ആലയങ്ങളിലേക്കാണ്. അതായത് ഈ താഴത്തെ നിലയിൽ മാടൻ സ്വാമി, ഉഗ്രമൂർത്തി, യക്ഷിയമ്മ, ഭുവനേശ്വരി എന്നീ ദേവതകളുടെ ആലയങ്ങൾ കാണാം. ഈ ആലയങ്ങളെ ചുറ്റി വളരെ വിശാലമാണ് ഈ ഭാഗം. ഏറ്റവും ഇടത്തെ അറ്റത്തായി യക്ഷി അമ്മയുടെയും നാഗരാജാവിൻ്റെയും പ്രതിഷ്ഠ ഒന്നിച്ച് കുടികൊള്ളുന്നതും കാണാം. സർപ്പദോഷങ്ങൾ അകലുന്നതിനും സർപ്പഭയം അകലുന്നതിനും നാഗപ്രീതിക്കും വേണ്ടി ഇവിടുത്തെ പുള്ളുവൻ പാട്ട് വളരെ പ്രശസ്തമാണ്. ധാരാളം ഭക്തർ ഇവിടെ ഈ പുള്ളുവൻ പാട്ട് നേർച്ചയായി നടത്തുന്നുണ്ട്. അതിന് പ്രത്യേക ഷീറ്റ് ഒന്നും തന്നെ ഏർപ്പാടാക്കേണ്ടതില്ല. ദക്ഷിണ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്താൽ മതി. അതാണ് ദക്ഷിണ. ഏറെ പ്രശസ്തമാണ് പുള്ളുവൻ പാട്ട്. ആ പുള്ളുവൻ പാട്ട് നാഗപ്രീതിക്കും ഏറെ ഉത്തമമായി തന്നെ പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാഗദോഷങ്ങൾ അകലുന്നതിന് വേണ്ടി ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. സന്തതിയുടെ ദോഷങ്ങൾ ഒഴിയണം, ദുരിതങ്ങൾ തിരേണം, തിരാതെയുള്ള മഹാവ്യാധി ഒഴിയണം. ചരമ്മമാർക്കേ വെറ്റമ്മ മാതാവിനെ സർപ്പദോഷമൊഴിയേണം. വെട്ടിക്കോട്ട് നാഗരാജനെതിരെ വെള്ളമുണ്ടാകണം. മണ്ണാറശാല നാഗേക്ഷ അമ്മയും കേട്ട് പ്രസാദിക്കണം. ഇവർക്ക് വല്ലത്തിനേ ഇവരുടെ സന്തതികൾക്ക് ധനത്തിനേ ഭൂമിക്കും വൃക്ഷാദികൾ സർപ്പദോഷമൊഴിയണം. നാഗരാജന്റെ തിരുവള്ളത്തും സർപ്പദോഷമൊഴിയണം. ശനിദോഷമൊഴിയണം. രാഹൂർ ദോഷമൊഴിയണം. ഈ സന്തതി നാഗക്കല്ലേലും ചിത്രകൂടത്തിന്മേൽ തപസ് ചെയ്യുന്ന സർപ്പദൈവങ്ങളും വീണസ്വരം കേട്ട് പ്രസാദിക്കും. കാശിരാമേശ്വരം പാണ്ഡിമലയാളടക്കി വാഴുന്ന ഭഗവാന്റെ തിരുമുമ്പിൽ പാടിച്ചു സന്തതിയുടെ സർപ്പദോഷമൊഴിയാ നാഗരാജൻ നാഗേശ്വരമുണ്ടാകി. നാഗപ്രീതിക്കായുള്ള ഈ പുള്ളുവൻ പാട്ട് ശ്രമിക്കുന്നത് തന്നെ ഏറെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ഇനി ഭുവനേശ്വരി, മാടൻ സ്വാമി, ഉഗ്രമൂർത്തി, യക്ഷിയമ്മ എന്നീ ദേവതകളുടെ ആലയങ്ങളിൽ ഒരു പ്രദക്ഷിണം, അങ്ങനെ ഒരു പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഭാഗത്തെ കൂറ്റൻ ശിലകൾ, മേൽക്കൂരകൾ സംരക്ഷിക്കപ്പെടുന്നത് അപൂർവമായ കാഴ്ചയാണ്. എത്ര കടുത്ത ചൂടിലും ഇവിടെ വല്ലാത്ത തണുത്ത അന്തരീക്ഷം നിലനിർത്താൻ ഈ ദേവശിലകൾ കാരണമായി തീരുന്നു എന്നതാണ് സത്യം. താഴേക്കിറങ്ങി വരുന്ന ഭക്തർക്ക് ഇവിടെ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം, എത്തിച്ചേരുന്നതിനുള്ള വഴിവിവരങ്ങൾ എന്നിവ അറിയാനും അവസാന ഭാഗം കാണാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എം ഹരീന്ദ്രൻ, ഫൈറ്റർ TV.